In this video, we are going to discuss about impulse and momentum. എന്താണ് impulse? Impulse of a force പറഞ്ഞതെന്ന് വെച്ചാൽ a large force acting over a short period of time നാണ് നമ്മൾ impulse of a force എന്ന് പറയാം. Impulsive force അല്ലെങ്കിൽ impulse of a force എന്ന് പറയേണ്ടത്. അല്ലേ, വെരി ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ഫോഴ്സ് വളരെ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിന് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? അത് നമുക്ക് എന്താ അതിനൊരു എക്സ്പ്രഷൻ നോക്കാം. ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് എഫ് acting over a time interval T1 to T2 is defined by I, where I is the unit expression for impulse of a force, impulsive force in expression given by integral T1 to T2 F into dt, where F is the large quantity of force which is acting, very large amount of force which is acting on that particular body, and T1 and T2 are two time intervals, two time limits between which the force acts. Clear? അപ്പോൾ നമുക്കത് ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോഴ്സ് വേഴ്സസ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ് ആണ് നമ്മൾ ഇമ്പൾസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് വരിക. ഏരിയ അണ്ടർ ദ കർവ് ഫോഴ്സ് ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏരിയ അണ്ടർ ദ കർവാണ് നമ്മൾ ഇമ്പൾസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് വരുന്നുണ്ടാവുക. ക്ലിയറല്ലോ? നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് ഫോഴ്സ് നമുക്കെന്താ വെച്ചാൽ ഇഫ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കെന്താ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ വി ക്യാൻ ടേക്ക് an impulse force as F average into delta t, that is average force. അപ്പോൾ initial force plus final force by 2 and average എടുത്തതിന് ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി നമ്മൾ ഇന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇമ്പൾസ് ഫോഴ്സ് കിട്ടും. ക്ലിയർ? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. നോ മൊമെൻറ്റം. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് എഫ്. ഒരു പാർട്ടിക്കിൾ എം അതിലെന്താ ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് എഫ് ഉണ്ട്. ക്ലിയറല്ലോ? അപ്പോൾ എഫിൻ്റെ കമ്പോണൻ്റ് എക്സ് ആക്സിസ് ആണ് എഫ് എക്സും component y axis ആണ് Fy. Due to this force, the particle will move in this direction with a velocity v. അതിൻ്റെ എക്സ് ഡയറക്ഷനിലെ കമ്പോണൻ്റ് ആണ് വി എക്സും വൈ ഡയറക്ഷനിലെ കമ്പോണൻ്റ് ആണ് വി വൈ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ക്ലിയർ അല്ല? അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കിളിന് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എക്സും ആൻഡ് സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ വൈ. അപ്ലൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ക്ലിയർ അല്ലോ? നമുക്ക് എന്താ വാട്ട് ഈസ് എ എക്സ്? എ എക്സ് എ വൈ എന്താണ്? എ എക്സ് ആൻഡ് എ വൈ ആർ ആക്സലറേഷൻ. ആക്സലറേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ബൈ ഡിഫറൻഷ്യേറ്റിംഗ് വി വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ ഈ രീതിയിൽ റീപ്ലേസ് ചെയ്യാം. എഫ് എക്സ് ഇസ് എം ഇൻറ്റു ഡി വി എക്സ് ബൈ ഡി ടി ആൻഡ് എഫ് വൈ ഇസ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇതെന്താ ഈ രീതി? അപ്പോൾ എന്താ ഈ എമ്മിനെ ഞാൻ ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവന്നു. എഫ് എക്സിന് ഡി ബൈ ഡി ടി ഓഫ് എം വി എക്സ് ആൻഡ് എഫ് വൈ ഇസ് ഡി ബൈ ഡി ടി ഓഫ് എം വി വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? ഇൻ ജനറൽ വെക്റ്റർ ഫോം. ജനറൽ വെക്റ്റർ ഫോം എന്താ? എക്സും വൈ നമ്മൾ ഒഴിവാക്കി ജനറൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ എഫ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് എം വി. ക്ലിയർ? ദ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. ദ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ. ക്ലിയർ? ദ വെക്റ്റർ എം വി ഇസ് കാൾഡ് മൊമെൻറ്റം ഓർ ലീനിയർ. സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ മൂവ്മെൻറ്റ് എന്ന് പറയും. If it is along the curved path, it is called angular momentum എന്ന് പറയും. ക്ലിയർ? Momentum acts in the same direction as that of velocity of the particle. എങ്ങോട്ടേക്കാണ് ബോഡിയുടെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും മൊമെൻറ്റവും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. ക്ലിയർ അല്ല? നമ്മൾ ഈ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. നമുക്കെന്താ വി ഹാവ് മൊമെൻറ്റം എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടി എഫ് ഇസിക്കൽ ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഐ ക്യാൻ റീറൈറ്റ് ഇൻ ദിസ് ഫോം എഫ് ഇൻറ്റു ഡി ടി ഇസിക്കൽ ടു ഡി എം വി. ക്ലിയർ? എഫ് ഇൻറ്റു ഡി ടി ഇസിക്കൽ ഡി എം വി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളെന്താ ഈ വേർ എഫ് ഇൻറ്റു ഡി ടി ഇസ് ദ ഇമ്പൾസ് ഓഫ് ദി ഫോഴ്സ് എഫ്, വേർ എഫ് ഇൻറ്റു ഡി ടി ഇസ് ദ ഇമ്പൾസ് ഓഫ് ദി ഫോഴ്സ് എഫ്. ക്ലിയർ അല്ലോ? നമ്മൾ ഇതിനെ ഇപ്പം ഡി എം വി ഇസ് ദ ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ ദ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ ദ ഗീവൺ direction in time delta t. dmv is the differential change in the moment of the particle the given direction in time delta t. അപ്പം equation 1 expresses the differential change in momentum of the particle during the time interval dt is equal to impulse of a force acting during the same time interval. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താണ്? will represent a differential change in momentum of a particle during ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻ്റർവെല്ലിലെ ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഡ്യൂറിങ് ദ സെയിം ടൈം ഇൻ്റർവെൽ. അപ്പോൾ നമ്മൾ ഏത് ടൈം ഇൻ്റർവെല്ലിലും ചേഞ്ച് ഇൻ മൊമെൻറ്റം കൺസിഡർ ചെയ്യുന്ന അതേ ടൈം ഇൻ്റർവെല്ലിൽ ആക്ട് ചെയ്യുന്ന ഇമ്പൾസ് ഓഫ് എ ഫോഴ്സിന് സെയിം ആണ് എന്നാണ് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ബിറ്റ്വീൻ ടൈം ഇൻ്റർവെൽ T1 T2 ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും?
integral t1 to t2 f dt will be equal to m into v2 minus m into v1. Clear? Integral m dv m into v2 minus m into v1, where v2 and v1 are final velocity and initial velocity of the body. Clear? If t1 is equal to 0, t2 is equal to tu ആണെങ്കിൽ എന്ത് കിട്ടും? above expression m into v2 minus m into v1 is equal to integral 0 to t f dt. Integral 0 to t f dt, where m എന്ന് വെച്ചാൽ which is final momentum minus initial momentum is equal to impulse of a force. The above expression expresses that the total change in momentum of a particle during a time interval is equal to impulse of a force acting during the same time interval. That is, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ. That is, total change in momentum of a particle during a time interval is equal to impulse of a force acting during the same time interval. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൺസെപ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇഫ് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് സീറോ ആണെങ്കിൽ എന്ത് പറ്റും? ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സീറോ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എം ഇൻറ്റു വി വൺ മൈനസ് എം ഇൻറ്റു വി ടു വിൽ ബി ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് എം വി വൺ ഈസ് ഈക്വൽ ടു എം വി ടു ആവും. അപ്പോൾ അതാണ് ഇത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയാം. ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്, അല്ലെങ്കിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയാം. ദാറ്റ് ഈസ് വെൻ ദി സം ഓഫ് ഇമ്പൾസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സീറോ, the momentum of the system remains constant or conserved. That is, sigma mv2 is equal to sigma mv1. That is, final moment of the system will be equal to initial momentum of the system. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്യുന്ന റിഗാർഡിങ് ലീനിയർ മൂവ്മെൻ്റ് ആണ്. ഇതേപോലെ തന്നെ ഒരു ആംഗുലർ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കേസിൽ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള രീതിയിലുള്ള അസംഷനാണ്. ഇവിടെ എന്താ assume that the body is moving along a curved path, a particle is moving along a curved path AB. Particle is having a mass m. Clear? But at this point, the particle is having a velocity v in this direction. അപ്പോൾ അതുകൊണ്ടുള്ള മൊമെൻറ്റം എന്താണ്? എം ഇൻറ്റു വി. ആ എം ഇൻറ്റു വിയുടെ എക്സ് കമ്പോണൻ്റാണ് എം ഇൻറ്റു വി എക്സും വൈ കമ്പോണൻ്റാണ് എം ഇൻറ്റു വി വൈ. ക്ലിയർ? എം ഇൻറ്റു വി എക്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം എക്സ് ആക്സിസ് ആൻഡ് എം ഇൻറ്റു വി വൈ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം വൈ ആക്സിസ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ബോഡിക്ക് ഈ ഒരു മൊമെൻറ്റം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് എഫ് അറ്റ് ദിസ് പോയിന്റ്. ക്ലിയർ? ദിസ് ഫോഴ്സ് എഫ്, എഫിൻ്റെ എക്സ് ഡയറക്ഷനിലെ കമ്പോണൻ്റാണ് എഫ് എക്സും വൈ ഡയറക്ഷനിലെ കമ്പോണൻ്റാണ് എഫ് വൈ. അപ്പോൾ എഫ് എക്സ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം എക്സ് ആക്സിസും എഫ് വൈ ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം വൈ ആക്സിസ്. ക്ലിയറോ? അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് എം വി. therefore ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? ആംഗുലർ മൊമെൻറ്റം മീൻസ് നമ്മൾ ആംഗുലർ മൊമെൻറ്റം എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എ പോയിൻ്റ് ആണ്. ക്ലിയറല്ലോ? അപ്പം നമ്മൾ ഏത് പോയിന്റ് വെച്ചാണ് ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിച്ചത്, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ക്ലിയറല്ലോ? അപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് എം വി എക്സും കമ്പൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ വി എം വി വൈ. അപ്പോൾ നമ്മൾ മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് പോയിൻ്റ് ഓ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ വരിക? ജനറലി അത് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്താ? എച്ച് ഒ. ഐ ആം ടേക്കിംഗ് ദ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഈസ് പോസിറ്റീവ്. ക്ലിയർ? മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം അബൌട്ട് പോയിൻ്റ് ഒ എടുക്കുകയാണ്. അപ്പം ഈ വിത്ത് റെസ്പെക്ട് പോയിൻ്റ് ഒ എം വി എക്സ് ഇൻറ്റു വൈ. എം വി എക്സ് ഇൻറ്റു വൈ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ ക്ലോക്ക് വൈസ് എഫക്റ്റ്, സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. എം വി എക്സ് ഇൻറ്റു വൈ വിൽ ബി നെഗറ്റീവ്. എം വി വൈ ഇൻറ്റു എക്സ് is having a counterclockwise, so it is positive. So moment of momentum അല്ലെങ്കിൽ angular momentum about point O will be x into mvy minus y into mvx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലോ? അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷന് വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡി എച്ച് ഒ ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് വി വൈ മൈനസ് വൈ വി എക്സ്. സോ വി ഗെറ്റ് എച്ച്. അപ്പം എന്താ ഡി എച്ച് ഒ ബൈ ഡി ടിനെ നമുക്ക് എന്താ എച്ച് ഡോട്ട് ഒ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വിൽ ബേസിക്കലി എം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് യു വി കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളെന്താ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു വി വൈ പ്ലസ് എക്സ് ഇൻറ്റു ഡി വി വൈ ബൈ ഡി ടി. പിന്നെ ഇതിലും യു വി കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. മൈനസ് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു വി എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വി എക്സ് ബൈ ഡി ടി. ക്ലിയർ അല്ലോ? വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? ഡി എക്സ് ബൈ ഡി ടി ഈസ് വി എക്സും ഡി വി ബൈ ഡി ടി എന്താണ്? is ay. dy by dt എന്താണ്? vy യും dvx by dt എന്താണ്? ax. So this expression become m into vx vy plus xay minus vy vx minus yax. അപ്പോൾ എന്താ ഇതും
ഇതും cancel out ആവും. So we'll get m into x ay minus y into x. So HO will be become x into xfy minus y into fx. The right hand side of the above equation represents momentum mo of the resultant force acting on the particle about O. Clear? So this expression becomes h dot O is equal to xfy minus yfx is equal to mo. Clear? That is rate of change of angular momentum of a particle with respect to any point which lies in the plane of motion of the particle is equal to momentum of the resultant force acting with respect to the same point. That is rate of change of momentum of a particle in a plane about a point is equal to momentum of the resultant force acting with respect to same point. Therefore, ഇത് ബേസ് ചെയ്തുകൊണ്ട് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ്? ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. നമുക്ക് dHO by dt is equal to h dot O which is equal to mo. When moment about a point equal to ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ moment about a point 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? dHO by dt will be equal to 0. ഇതിനെ നമ്മൾ ഒരിക്കൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് പറ്റും? Integrating with respect to time and HO will be a constant. That is, the angular moment of a particle about a point O is constant if the momentum of resultant force acting on the particle about the same point O is 0.